ഹായ് ഹലോ എല്ലാവർക്കും ഒലിവ് അക്കാഡമിയുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ CUET UG അക്കൗണ്ടൻസിയുടെ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഒരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തും പഴയ പാർട്ട്നേഴ്സ് റിട്ടയർ ചെയ്യുന്ന സമയത്തും ഡെത്ത് സംഭവിക്കുന്ന സമയത്തും അവിടെ അതുവരെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പിന്നീട് തൊട്ട് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ പിന്നീട് വരുന്ന അല്ലെങ്കിൽ പിന്നീട് അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ആ റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, എങ്ങനെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾക്ക് CUETയുടെ UG അക്കൗണ്ടൻസി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനുകളാണ് നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് പ്രോബ്ലംസ് ആണ് കൂടുതലും ചോദിച്ച് കാണാറുള്ളത്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്ന ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, എന്താണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 പേര് ചേർന്ന് നടക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേം, അതിലേക്ക് അവരുടെ റേഷ്യോ അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 1:1:1 എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ അവരെന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, അവരുടെ ക്യാപിറ്റൽ നീഡ് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അവർ പുതിയതായി ഒരു പാർട്ട്ണറെ കൂടി ആ ഫേമിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും അവർക്ക് 10,000 രൂപ കിട്ടിക്കൊണ്ട് വന്നപ്പോൾ അവർ 3 പേരും കൂടെ അത് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി തൊട്ട് അത് എത്ര പേര് തമ്മിൽ ഡിവൈഡ് ചെയ്യണം, 4 പേരായിട്ട് അത് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും നാൾ ചിലപ്പോൾ അവർക്ക് 3,333 വീതം വെച്ചിട്ടായിരിക്കാം, അതായത് വാട്ടവർ ചിലപ്പോൾ അവർ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അത്രയും രൂപ വീതം വെച്ചായിരിക്കും ചിലപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നിരിക്കുക. അത് ഇനി തൊട്ട് എത്ര രൂപ വീതം വെച്ച് ഈക്വലിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കിട്ടത്തുള്ളൂ, 2,500 വീതം വെച്ചിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇത്രയും നാളും അവിടെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സിൻ്റെ ആ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയതായി ഒരു പാർട്ട്ണർ വന്നതോടുകൂടി ചേഞ്ച് ആവുന്നുണ്ട്. ആ ചേഞ്ച് ആയതിനു ശേഷം പുതിയതായി ഫോം ചെയ്യുന്ന റേഷ്യോയാണ് നമ്മൾ എന്തെന്ന് പറയുക, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി സാധാരണഗതിക്ക് എത്ര രൂപയാണ് ഒരു പുതിയ പാർട്ട്ണറെ അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നുള്ള കാര്യം ഓൾഡ് പാർട്ട്നേഴ്സും ന്യൂ പാർട്ട്ണറും ചേർന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുക. ഇനിയും ഇങ്ങനെ പ്രത്യേകിച്ച് ഡിസ്കഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയാണോ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അതിൻ്റെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ന്യൂ പാർട്ട്ണറെ എത്ര ഷെയർ എല്ലാവരിൽ നിന്നും അക്വയർ ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കുക. പിന്നെ ഒരു ന്യൂ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ത് ചെയ്യും, ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ എത്രയാണോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നുള്ള കാര്യം നമ്മൾ മൈൻഡിൽ വെച്ചതിന് ശേഷം വേണം ന്യൂ പാർട്ട്ണറെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്ര വേണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഇത്രയും നാളും കിട്ടിക്കൊണ്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ കൊടുക്കുമ്പോൾ അത് അവിടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സിന് കിട്ടേണ്ടിയിരുന്ന ഒരു പോർഷനാണ് അല്ലേ. നേരത്തെ 3 പാർട്ട്നേഴ്സാണ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് 3,333 രൂപ, ഇപ്പോൾ നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ 3,333 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നിരുന്നെങ്കിൽ ഇനിയും തൊട്ട് അവർക്ക് അത്രയും രൂപ എന്ത് ചെയ്യില്ല, കിട്ടില്ല. അവർക്ക് ഈക്വലി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ ഇനി 4 പേരുടെ ഇടയിലേക്ക് കൊടുക്കുമ്പോൾ 2,500 രൂപ വീതം വെച്ചായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ 3,333 കിട്ടേണ്ടിരുന്നത് 2,500ലേക്ക് കുറയുമ്പോൾ അവർക്ക് അവിടെ ഒരു എമൗണ്ടിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിക്രീസ് ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, പുതിയൊരു പാർട്ട്ണർ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പുതിയ പാർട്ട്ണറിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പഴയ പാർട്ട്നേഴ്സിൻ്റെ ആ ഒരു എത്ര രൂപയാണ് അവരിൽ നിന്ന് അങ്ങോട്ടേക്ക് പുതിയ പാർട്ട്ണറിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അവരുടെ സാക്രിഫൈസിങ് എമൗണ്ട് അല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഹെൻസ് ദർ ഈസ് എ നീഡ് to ascertain the new profit sharing ratio among all the partners depends upon how does the new partner acquires his share from the old partners, for which there are many possibilities. ചിലപ്പം അവിടെയുള്ള പല രീതിയിലായിരിക്കാം ഒരു പുതിയ പാർട്ട്ണർ ഫേമിലേക്ക് വരുന്ന സമയത്ത് ഈ ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്ന് ഷെയർ കിട്ടുന്നത്. അത് ചിലപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് എല്ലാവരും ഈക്വലി ആയിരിക്കാം പുതിയ പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ചിലപ്പം ഓരോരുത്തരും ഓരോ പെർസെൻറ്റേജ് ചെയ്ത് വെച്ചായിരിക്കും. മിസ്റ്റർ എ ചിലപ്പം അയാളുടെ പ്രോഫിറ്റിൻ്റെ ഷെയറിൽ നിന്ന് ചിലപ്പോൾ 10% ആയിരിക്കും കൊടുക്കുന്നത്, മിസ്റ്റർ ബി കൊടുക്കുന്നത് 20% ആയിരിക്കാം, മിസ്റ്റർ സി കൊടുക്കുന്നത് 30% ആയിരിക്കാം. ഓരോരുത്തരുടെയും റേഷ്യോ ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഈക്വലി ആയിരിക്കാം. അപ്പോൾ ഈ ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതോടുകൂടി പഴയ പാർട്ട്നേഴ്സിൻ്റെയും ഷെയർ മാറുന്നുണ്ട്, പുതിയ പാർട്ട്ണർക്ക്
കുറച്ച് ഷെയറുകൾ ഇവരിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഇനി തൊട്ട് അവിടെ ആ പഴയ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ നിന്നിരുന്ന റേഷ്യോ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇനി മുതലില്ല. അപ്പോൾ നമുക്ക് ഇനി മുതൽ അങ്ങോട്ട് പ്രോഫിറ്റ് ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം പല സിറ്റുവേഷനുകളിലും പല രീതിയിലുമാണ് എന്ത് ചെയ്യേണ്ടത്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്ക് തരുന്ന ഡീറ്റെയിൽസിനെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ ഒരു രീതിയിൽ കണ്ടു എന്ന് വിചാരിച്ച് അതേ രീതിയിൽ തന്നെ ചിലപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. കാരണം എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കാം, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. നോക്കി, Anil and Vishal are partners sharing profits in the ratio 3:2 and they admitted Sumit as a new partner for 1/5 share in the future profits of the firm. Calculate new profit sharing ratio of Anil, Vishal and Sumit. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കെ, അനിൽ ആൻഡ് വിശാൽ എന്ന് പറഞ്ഞിട്ട് 2 പാർട്ട്നേഴ്സ് ഉണ്ട്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്നാണ് പറയുന്നത്, 3:2 ആണെന്നുള്ളതാണ്. അതായത് അനിലിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 3/5 വിശാലിൻ്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2/5. നിങ്ങൾക്ക് ഈ 3:2 എന്നുള്ള റേഷ്യോ തരുമ്പം അതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അനിലിൻ്റെ ഷെയർ 3/5 വിശാലിൻ്റെ ഷെയർ 2/5 ആയിരിക്കും. അവരെന്ത് ചെയ്തു, 1/5 ഫ്യൂച്ചർ പ്രോഫിറ്റ്സ്, അതായത് അവരുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിന് 1/5 ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്തിനെ എന്ത് ചെയ്തു, ഈ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ 3 പേരുടെയും കൂടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഓൾറെഡി പഴയ പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3/5 2/5 ആണ്. ഇനി ഭാവിയിലുള്ള ഷെയറിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ 1/5 ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പാർട്ട്ണർ ഇവർ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് ഇവർക്ക് ഈ 3/5 2/5 ഒന്നും ഷെയർ കിട്ടത്തില്ലല്ലോ, അവരുടെ ഷെയർ ചേഞ്ച് വരത്തില്ലേ. അപ്പം നമ്മളോട് ആ ഷെയർ അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. അപ്പം നമുക്ക് ആദ്യമേ നമുക്ക് സുമിത്തിൻ്റെ ഫ്യൂച്ചർ പ്രോഫിറ്റ്, സുമിത്തിന് എത്രയാണ് പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അത് നമുക്ക് അതേപടി എഴുതെഴുതാം. സുമിത്തിൻ്റെ ഷെയർ എത്രയാണ് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ, 1/5 ആണ്. ഇനി സുമിത്തിന് 1/5 ഷെയർ ആണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചർ പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്നത്. ഫ്യൂച്ചർ പ്രോഫിറ്റിനെ നമ്മൾ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ 1 എന്ന് പറയുന്ന ഈ 3 പേർക്കും, അനിൽ, വിശാൽ ആൻഡ് സുമിത്ത്, ഇവർക്ക് 3 പേർക്കും കൂടെ കിട്ടേണ്ടതാണ്. അപ്പോൾ ആ കിട്ടേണ്ടതിൽ സുമിത്തിൻ്റെ പോർഷൻ നമുക്ക് എത്രയാണ് എന്ന് നമുക്കറിയാം. എത്രയാണ്, 1/5 ആണ്. 1ൻ്റെ 1 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ ആ 1 രൂപയുടെ 1/5 ആർക്ക് കിട്ടും, സുമിത്തിന് കിട്ടും. ബാക്കി 4/5 ആണ് ആർക്കൊക്കെ അവകാശപ്പെടുന്നത്, അനിലിനും വിശാലിനും. അപ്പോൾ നമുക്ക് റിമൈനിങ് പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 രൂപ അല്ലെങ്കിൽ 1 നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ 1/5 സുമിത്തിന് പോയി, ബാക്കി 4/5 ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്, അനിലിനും വിശാലിനും അവകാശപ്പെട്ടതാണ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ വേറൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിനി അനിലിൻ്റെയും വിശാലിൻ്റെയും എന്ത് ചെയ്യണം, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ അനിലിൻ്റെയും വിശാലിൻ്റെയും പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ മൾട്ടിപ്പിൾ ആയിരിക്കുമെന്ന്, ആ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് ഈ റിമൈനിങ് എമൗണ്ടിൻ്റെ റിമൈനിങ് ഷെയറിൻ്റെ പഴയ റേഷ്യോയിലുള്ള എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ആ റേഷ്യോ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അനിലിൻ്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. റിമൈനിങ് ഇനി അനിലിനും വിശാലിനും കൂടെ എത്ര രൂപയെ പ്രോഫിറ്റായിട്ട് കൊടുക്കാനുള്ളൂ, 4/5 ഷെയറേ ഉള്ളൂ. അതിൽ അനിലിൻ്റെ പോർഷൻ എത്രയാണ്, വിശാലിൻ്റെ പോർഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ചിട്ടുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത്, അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. നോക്കിയേ, പഴയ കണക്ക് പ്രകാരം അനിലിന് എത്രയായിരുന്നു പ്രോഫിറ്റ് കിട്ടുക, എത്രയാണോ പ്രോഫിറ്റ് ഉള്ളത് അതിൻ്റെ 3/5 കിട്ടുമായിരുന്നു. ഇവിടെ ഇനിയും അനിലിനും വിശാലിനും കൂടെ എത്രയേ പ്രോഫിറ്റ് കൊടുക്കാനുള്ളൂ, 4/5 ഉള്ളൂ. അപ്പോൾ ആ 4/5ൻ്റെ 3/5 ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അനിലിൻ്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അതെത്ര വരും, 12/25 വരും.
ഇനി ഇതുപോലെ തന്നെ വിശാലിന് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയായിരിക്കും? അനിലിനും വിശാലിനും കൂടെ ഉള്ളത് 4/5 ആണ്. ആ 4/5ൻ്റെ അയാളുടെ പഴയ റേഷ്യോ എത്രയാണ്? 2/5 ആണ്. അപ്പോൾ 4/5ൻ്റെ 2/5 ആണ് ആർക്ക് അവകാശപ്പെട്ടത്? വിശാലിന് അവകാശപ്പെട്ടത്. അതെത്ര വരും? 8/25 വരും. അപ്പോൾ ഇവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെ വരും? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സുമിത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുമിത്തിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 1/5 ആയിരുന്നു. ഇവിടെ നമ്മൾ അനിലിനെയും വിശാലിനെയും കണ്ടുപിടിക്കുന്ന സമയത്ത് അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 12/25ഉം 8/25 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 3 പേരുടെയും കൂടെ എടുക്കുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? സെയിം ആക്കണം. അതിന് സുമിത്തിൻ്റെ ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5/25 എന്ന് സുമിത്തിൻ്റെ ഷെയർ വരും. അപ്പോൾ നമ്മുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ് വരുന്നത്? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 12:8:5 എന്നാണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മളോട് പുതിയതായിട്ട് വന്ന പാർട്ണർക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ കിട്ടുന്ന ഷെയർ എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് അങ്ങനെ കൃത്യമായിട്ട് എത്രയാണ് ഈ പുതിയതായിട്ട് വന്ന പാർട്ണർക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ കിട്ടുന്ന ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിമൈനിങ് ഷെയർ അയാൾക്ക് കൊടുത്തതിന് ശേഷം മിച്ചം ഫ്യൂച്ചർ പ്രോഫിറ്റ്സിൽ ബാക്കിയുള്ളവർക്ക് എത്രയാണ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം, റിമൈനിങ് ഷെയർ എത്രയാണ് ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ളത് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ആ റിമൈനിങ് ഷെയറിൽ അവർക്ക് എത്ര കിട്ടും അത് അവരുടെ പഴയ റേഷ്യോ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവരുടെ പുതിയ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടും. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് എത്രയാണ് പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യേണ്ടത്? ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് വേറൊരു രീതിക്കാണ് നമുക്ക് ചെയ്യേണ്ടത്, കാരണം ഇൻഫർമേഷൻ ഡിഫറെൻറ്റ് രീതിയിലാണ് തന്നിട്ടുള്ളത്. അക്ഷയ് ആൻഡ് ഭാരതി ആർ പാർട്ട്നേഴ്സ് sharing profits in the ratio 3:2 and they admit Dinesh as a new partner for 1/5 share in the future profits of the firm, which he gets equally from Akshay and Bharati. Calculate a new profit sharing ratio of Akshay, Bharati and Dinesh. ഈ ക്വസ്റ്റ്യൻ്റെ അകത്തും നമ്മളോട് അക്ഷയുടെയും ഭാരതിയുടെയും ഓൾഡ് ഷെയർ റേഷ്യോ എത്ര തന്നിട്ടുണ്ട്? 3:2, അതായത് 3/5ഉം 2/5ഉം ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദിനേശിന് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1/5 ആണ് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ആ 1/5 ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റിമൈനിങ് ഷെയർ കണ്ടുപിടിച്ചിട്ട് അത് അവരുടെ ഓൾഡ് ഷെയറിൻ്റെ ബേസിസിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 1/5 ദിനേശിന് കിട്ടുന്നതിൻ്റെ ഹാഫ് അക്ഷയും ഹാഫ് ഭാരതിയുമാണ് കൊടുക്കുന്നത്. എത്രയാണ് അവർ രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ദിനേശിൻ്റെ ഷെയർ എത്രയാണ്? 1/5 ആണ്. 1/5നെ നമുക്ക് ഇവർ രണ്ടുപേരും ഈക്വലി തന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെ 1/5നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഇവരിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് 1/5നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള രീതിക്കാക്കിയിട്ട് നമുക്കതിന് 2/10 എന്ന് പറയാം. 2/10 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1/5 തന്നെയാണ്. ഇനി അക്ഷയുടെ ഷെയർ, അപ്പോൾ നമുക്ക് ദിനേശിൻ്റെ ഷെയർ കിട്ടി. ഇവർ രണ്ടിൽ നിന്നും എത്രയാണ് കിട്ടുക? 2/10 വിച്ച് ഈസ് ഈക്വൽ ടു 1/5 തന്നെ. ഇനി അക്ഷയുടെ ഷെയർ നമുക്ക് നോക്കാം. അക്ഷയുടെ ഷെയർ നമുക്ക് അക്ഷയുടെ ഓൾഡ് ഷെയർ എത്രയായിരുന്നു? 3/5 ആണല്ലേ. അതിൽ അക്ഷയ് എത്രയാണ് ഈ ന്യൂ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്? 1/10 അല്ലേ. 2/10 ആണ് മൊത്തം ദിനേശിന് കിട്ടുന്ന പ്രോഫിറ്റ് ഭാരതിയിൽ നിന്നും അക്ഷയിൽ നിന്നെങ്കിലും അതിൽ രണ്ടുപേരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് 1/10 ആണ് ആര് കൊടുക്കുന്ന പോർഷൻ എന്ന് പറയുന്നത്? അക്ഷയ് കൊടുക്കുന്ന പോർഷൻ. അപ്പോൾ അക്ഷയ്ക്ക് നേരത്തെ 3/5 ഷെയർ കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്ന് 1/10 അക്ഷയ് ആർക്ക് കൊടുക്കുവാണ്? ദിനേശിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ദിനേശിന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ടും ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പോൾ നമുക്ക് 3/5നെ എന്ത് ചെയ്യണം? 10ലേക്ക്, ആ ഡിനോമിനേറ്റർ നമുക്ക് 10ലേക്ക് മാറ്റാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 6/10 എന്ന് കിട്ടും. 6/10ൽ നിന്ന് അവൻ ദിനേശിന് കൊടുത്ത 1/10 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവൻ്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് 5/10 കിട്ടും. ഇനി അതുപോലെ തന്നെ നോക്കുക, ഭാരതിയുടെ ഷെയർ. ഭാരതിയുടെ ഓൾറെഡി നേരത്തെ അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഷെയർ എത്രയായിരുന്നു? 2/5 ആയിരുന്നു അല്ലേ. അതിൽ ഭാരതി 1/5, ഭാരതി അതിൽ 1/10 എന്ത് ചെയ്തിട്ടുണ്ട്? ദിനേശിന് കൊടുത്തിട്ടുണ്ട് അല്ലേ.
മൊത്തം ദിനേശിന് കിട്ടിയത് 2/10 ആണ്. ആ 2/10 1/10 എന്ന് പറയുന്നത് അക്ഷയും 1/10 എന്ന് പറയുന്നത് ഭാരതിയുമാണ് കൊടുത്തത്. അപ്പോൾ ഭാരതിക്ക് നേരത്തെ 2/5 ഉണ്ടായിരുന്നതിൽ നിന്ന് 1/10 എന്ത് ചെയ്തു, ദിനേശിന് കൊടുത്തു. അവിടെയും ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 5നെ ഡിനോമിനേറ്റർ നമ്മൾ 10ലേക്ക് ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4/10 എന്ന് കിട്ടും. 4/10 നിന്ന് ദിനേശിന് കൊടുത്ത 1/10 കുറയ്ക്കുമ്പോൾ എത്രയാണ് വരുന്നത്, 3/10 ആണ് ഇപ്പോഴത്തെ ഭാരതിയുടെ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ് വരിക, 5:3:2. പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നേരത്തെ ക്വസ്റ്റ്യനകത്തെ ഈ ക്വസ്റ്റ്യനുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്രയാണ് നമുക്ക് സുമിത്തിന് കൊടുക്കുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഫ്യൂച്ചറിൽ എന്നുള്ളത് നമ്മളോട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ എന്തുമാത്രം പോർഷൻസ് ആണ് ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുത്തതെന്നുള്ള കാര്യം നമ്മളോട് വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റിമൈനിങ് ഷെയറിൻ്റെ അവരുടെ ഓൾഡ് ഷെയറിംഗ് റേഷ്യോ വെച്ചിട്ട് അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് എത്രയാണ് ഇയാൾക്ക് ഫ്യൂച്ചറിൽ കൊടുക്കുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. അതിൽ എത്ര പോർഷൻസ് ആണ് ഓരോരുത്തരും കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യവും നമ്മളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഓൾഡ് അല്ലെങ്കിൽ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിങ്ങിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള പോർഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടും. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസർ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. നമുക്ക് നോക്കാം. അൻഷു ആൻഡ് നിതു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2 and they admitted Jyoti as a new partner for 3/10 share which she acquired 2/10 from Anshu and 1/10 from Nitu. Calculate the new profit sharing ratio of Anshu, Nitu and Jyoti. അപ്പോൾ നോക്കി, അൻഷു ആൻഡ് നിതു എന്ന് പറഞ്ഞ 2 പാർട്ട്നേഴ്സ് ഉണ്ട്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. അവർ ജ്യോതി എന്ന് പറയുന്ന ഒരു പാർട്ട്ണറെ പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്തു. അവൾക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്, 3/10 ആണ്. ആ 3/10 2/10 അവൾക്ക് കിട്ടുന്ന അൻഷുവിൻ്റെ കയ്യിൽ നിന്നും 1/10 അവൾക്ക് കിട്ടുന്നത് നിതുവിൻ്റെ കയ്യിൽ നിന്നുമാണ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവരുടെ അൻഷുവിൻ്റെയും നിതുവിൻ്റെയും ജ്യോതിയുടെയും എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് ജ്യോതിയുടെ ഷെയർ എഴുതാം. ജ്യോതിക്ക് എത്രയാണ് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ കിട്ടുന്നത്, 3/10 ഷെയർ ആണ് അവൾക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അൻഷുവിൻ്റെ ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അൻഷുവിന് നേരത്തെ 3/5 കിട്ടുമായിരുന്നു. അതിൽ നിന്ന് 2/10 അവൾ എന്ത് ചെയ്യുവാണ്, ജ്യോതിക്ക് കൊടുക്കുകയാണ് അല്ലേ. ജ്യോതിക്ക് 3/10 കിട്ടുന്നത് 2/10 അൻഷു കൊടുക്കുന്നതാണ്. അപ്പോൾ അൻഷുവിൻ്റെ നേരത്തെ കിട്ടിക്കൊണ്ട പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് അവൾ പുതിയ പാർട്ട്ണർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത പോർഷൻ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവളുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടും. അതായത് 3/5 നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അതിൽ നിന്ന് 2/10 കൊടുത്തു. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, സെയിം ആക്കാൻ വേണ്ടിയിട്ട് 3/5 നമുക്ക് × 2 കൊണ്ട് ചെയ്യുമ്പം 6/10 എന്ന് കിട്ടും. 6/10 നിന്ന് അവൾ കൊടുത്തിട്ടുള്ള 2/10 ലെസ് ചെയ്യുമ്പോൾ അവളുടെ ന്യൂ പ്രോഫിറ്റ് എത്ര വരും, 4/10 വരും. അതുപോലെ തന്നെ നിതുവിൻ്റെ നമുക്ക് നോക്കാം. നിതുവിൻ്റെ നോക്കുന്ന സമയത്ത് നിതുവിന് 2/5 ആയിരുന്നു അവൾക്ക് നേരത്തെ കിട്ടിക്കൊണ്ട പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്കിൽ അതിൽ 1/10 അവൾ എന്ത് ചെയ്യുവാണ്, ജ്യോതിക്ക് കൊടുക്കുവാണ്. ഇവിടെയും ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്കതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4/10 ആണ് നിതുവിൻ്റെ പഴയ റേഷ്യോ. അതിൽ നിന്ന് 1/10 അവൾ ജ്യോതിക്ക് കൊടുത്ത ലെസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, 3/10 ആണ് അവളുടെ പുതിയ റേഷ്യോ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എഴുതാം 4:3:3. അതായത് അൻഷു നിതു ജ്യോതി എന്ന് എഴുതുമ്പോൾ 4:3:3 ആണ് അവരുടെ എന്തെന്ന് പറയുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മളോട് കൃത്യമായിട്ട് ഇത്രയാണ് പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതിൽ ഇത്ര ഇന്നയാളെന്ന് നമ്മളോട് ക്വസ്റ്റ്യനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അവരുടെ ഓൾഡ് റേഷ്യോയിൽ നിന്ന് അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത പോർഷൻസ് കുറച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടും, അതായത് അവരുടെ സാക്രിഫൈസിങ് പോർഷൻ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എന്ത് കിട്ടും, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടും. അതായത് ന്യൂ പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടും. ഇത് കൃത്യമായിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുന്നത്, അതിൽ ഇന്നയാളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിക്ക് ചെയ്യുക. അതേസമയം നമ്മളോട് ക്വസ്റ്റ്യനകത്ത് പുതിയ പാർട്ട്ണർക്ക് ഇത്ര രൂപയാണ് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ ഷെയർ കൊടുക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ എത്രയാണ് ഓൾഡ് പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ എത്രയാണ് നമ്മളോട് പ്രത്യേകിച്ച് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തതിന് ശേഷം മിച്ചം എത്ര പ്രോഫിറ്റാണ് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള റിമൈനിങ് എന്നുള്ളത് നോക്കുക. അതിനെ അവരുടെ ഓൾഡ് ഷെയറിംഗ് റേഷ്യോയിൽ എന്ത് ചെയ്യുക, അതിൻ്റെ എത്രയാണ് ഓൾഡ് ഷെയറിംഗ് റേഷ്യോ കിട്ടുന്നത് നമ്മൾ നോക്കുക. അതായിരിക്കും അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കറക്റ്റായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാൻ പാടുള്ളൂ. എന്തൊക്കെ ഡീറ്റെയിൽസ് അവിടെ തന്നിട്ടുള്ളതെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കറക്റ്റായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാം ഒരേ രീതിക്കല്ല ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യനുകളിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് അവൈലബിലിറ്റി വെച്ചിട്ട് പല രീതിയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് തന്നിട്ടുള്ളത് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.